പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട PYPയുടെ കേരള സ്റ്റേറ്റ് ക്യാമ്പിൽ കടന്നു വന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനം പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ ഈ പാലക്കാട് ജില്ലയിലും അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ ദൈവദാസന്മാർക്കും എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എനിക്ക് PYPA എന്ന് പറയുന്നത് ഒരു വലിയ ഹരമാണ്, ഒരു വലിയ ഇഷ്ടമാണ്. കാരണം PYPAയിലൂടെയാണ് ഞാൻ വളർന്നു വരാൻ ഇടയായത്. ഞാൻ ഈ പ്രസ്ഥാനത്തിൽ ആത്മീയ ശുശ്രൂഷയിൽ വളർന്നു വരാൻ ചവിട്ടുപടിയായി ദൈവം എനിക്ക് തന്നത് പെന്തക്കോസ്ത് യുവജന സംഘടനയാണ്. ഇന്ന് നിങ്ങൾ ഈ ഓഡിയൻസിൽ ഇരുന്ന് ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന അനേകർ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നവരായി മാറും. ഹലോ, ഞാൻ പറഞ്ഞ എത്ര പേര് കേട്ടു? ഇതിനകത്തിരിക്കുന്ന നിങ്ങളിൽ പലരും ഇന്ന് നിങ്ങളെ ആരും അറിയുന്നില്ല, ഇന്ന് നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് നിങ്ങളിതിൻ്റെ പുറകിൽ വന്നിരുന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് പോയി രാത്രി നിങ്ങൾ ഡോർമെട്രി ചെല്ലും, ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെറിയ അപശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ ശാന്തമായി പോകുന്ന നിങ്ങളെ നാളെ ഈ പ്ലാറ്റ്ഫോമിൽ നിർത്തും എന്നെനിക്ക് വിശ്വാസമുണ്ട്. ആമേൻ. ഒരു കാലത്ത് ഞാൻ ഈ ക്യാമ്പുകളിൽ പോയി ആരും അറിയാതെ പുറകിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഒറ്റ ക്യാമ്പ് വെറുതെ വിടത്തില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട കാലം മുതലുള്ള എല്ലാ ക്യാമ്പുകളിലും ഞാൻ പോയി പങ്കെടുക്കും. അതിനകത്ത് ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഞാൻ ഈ ക്യാമ്പിൽ വന്നിരിക്കുന്നത്. കാരണം അവർ PYPA ക്യാമ്പുകളിൽ വരണം, പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ മക്കളെയും കൊണ്ട് അവരിതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇതിനകത്തിരിക്കുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ്ങാണ്. ആമേൻ. ദൈവം ചിലരെ ഇതിനകത്തുനിന്ന് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി, എനിക്ക് മുമ്പേ കർത്താവിൻ്റെ ദാസൻ ജോ കുര്യൻ ഒരു ഓർഡർ കോൾ വന്നപ്പോൾ ചിലർ മുമ്പോട്ട് വന്നു. മുൻപോട്ട് വരാതിരിക്കുന്ന ചിലരെ ദൈവം മുൻപന്തിയിൽ കൊണ്ടുവരാൻ പദ്ധതി ഒരുക്കും എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. പലപ്പോഴും നമുക്ക് സ്റ്റേജ് ഫ്രൈറ്റ് കാണും, ചിലപ്പോൾ നമുക്ക് സമൂഹത്തെ ഭയം കാണും. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, നിങ്ങളാണ് കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, നിങ്ങളാണ് ഫാമിലിയുടെ ബാക്ക് ബോണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷം എനിക്ക് വേണ്ടി ഓർഡർ കോൾ കേൾക്കുമ്പോൾ എഴുന്നേറ്റ് പോയി സമർപ്പിച്ചാൽ നാളെ എൻ്റെ കുടുംബം എന്തായിത്തീരും, എൻ്റെ സിറ്റുവേഷൻസ് എന്തായിത്തീരും എന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര മസിൽ പിടിച്ച് പുറകോട്ടിരുന്നാലും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്? ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. There is a time for everything. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. ഏത് ബോണ്ടേജസിനെയും ഏത് എൻറ്റാങ്കിൾസിനെയും പറിച്ചു മാറ്റി തകർത്തു മാറ്റി ദൈവം കണ്ടവനെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇന്ന് രാത്രി എത്ര പേർ ഇതിനകത്ത് അത് വിശ്വസിക്കുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നമ്മുടെ ക്യാമ്പ് തീം എന്തുവാ? ക്യാമ്പ് തീം എക്സ്പീരിയൻസ് ജീസസ്, ട്രാൻസ്ഫോം യുവർസെൽഫ്. ഒന്നുകൂടെ പറഞ്ഞേ, എക്സ്പീരിയൻസ് ജീസസ്, ട്രാൻസ്ഫോം. ആമേൻ. എത്ര പേര് യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? അനുഭവിച്ച് അറിഞ്ഞ എത്ര പേർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്? ആമേൻ. യേശുവിനെ അനുഭവിച്ചറിഞ്ഞ, ഞാനൊരു മർത്തോമ കുടുംബത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ അപ്പൻ മരിക്കുന്നവരെ തികഞ്ഞ കുടിയൻ. സമച്ചാൻ അറിയാം. സമച്ചാൻ ട്രിവാൻഡ്രത്ത് പാസ്റ്ററായിട്ടിരുന്ന ആളാണ്. എൻ്റെ അപ്പൻ മരിക്കുന്നവരെ, എൻ്റെ അപ്പൻ പാസ്റ്റർ അല്ലായിരുന്നു, എൻ്റെ അപ്പൻ പെന്തിക്കോസുകാരനല്ലായിരുന്നു, എൻ്റെ അപ്പൻ IPC-കാരല്ലായിരുന്നു, ഒരു മർത്തോമക്കാരനായിരുന്നു. സ്തോത്രം. മരിക്കുന്നവരെ കുടിച്ചൊരു മനുഷ്യൻ.
അദ്ദേഹം എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ ഫാദർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും എൻ്റെ അമ്മ ഹൈസ്കൂൾ അധ്യാപികയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോകും, കോഴഞ്ചേരി തിരുവനന്തപുരത്ത് പോകാൻ കാരണം അതാ. ഞാൻ പറയട്ടെ, യേശുവിനെ അറിയാൻ 1% പോലും സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ച എന്നെ ദൈവം ആകർഷിച്ചു. യേശുവിനെ അറിയാൻ, യേശുവിനെ അനുഭവിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആമേൻ. ഇന്ന് IPC എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സ്പിരിറ്റ് ഉണ്ട്. എത്ര പേർക്ക് സ്പിരിറ്റ് ഉണ്ട്? IPC എന്ന് പറയുമ്പോൾ സ്പിരിറ്റ് ഉള്ള എത്ര പേരുണ്ട്? ഹലോ, നിങ്ങൾക്ക് ആർക്ക് സ്പിരിറ്റ് ഇല്ല? സ്പിരിറ്റേ ഉള്ളൂ. ആമേൻ. IPC എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ സ്പിരിറ്റ് I am a born again Christian എന്ന് പറയുമ്പോൾ ഉണ്ടാകണം. ഹലോ, ഞാൻ യേശുവിനെ അറിഞ്ഞ വ്യക്തി എന്ന് പറയുന്നതിൽ ഞാൻ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി. യേശുവിനോടൊരു അനുഭാവമല്ല. യേശുവിനോട് നമുക്ക് പലതിനോടും അനുഭാവമുണ്ട്. പലതിനോടും അനുഭാവമുണ്ട്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, അനുഭാവമല്ല യേശുവിനോട് വേണ്ടത്. യേശുവിനെ നമ്മൾ അനുഭവിച്ചറിയണം. നോ ജീസസ്, യേശുവിനെ അറിയുക. ഞാൻ ശാന്തമായി പ്രസംഗിക്കുകയാണ്. നിങ്ങൾ ക്യാൻവാസ് പിക്ചറുകൾ കണ്ടിട്ടുണ്ടോ? ക്യാൻവാസിൽ കൈകൊണ്ട് ഓയിൽ പെയിന്റ് കൊണ്ട് വരച്ച പടങ്ങൾ നിങ്ങൾ കണ്ടു? എത്ര പേര് കണ്ടിട്ടുണ്ട്? അതിൻ്റെ എക്സിബിഷന് ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വലിയ ആർട്ടിസ്റ്റാണ്. ആ ആർട്ടിസ്റ്റ് വരച്ച ഒരു വലിയ അദ്ദേഹത്തിൻ്റെ ഗാലറി, ഒരു വലിയ പ്രദർശനം ട്രിവാൻഡ്രത്ത് VJT ഹാളിലുണ്ടായിരുന്നു. എന്നെ വിളിച്ചു, പാസ്റ്റർ ഡാനിയൽ, യു മസ്റ്റ് കം ആൻഡ് സീ ഇറ്റ്. ഇത് കണ്ടേ പറ്റുള്ളൂ, വരണം. ഞാൻ സമയമില്ലെങ്കിലും എൻ്റെ സുഹൃത്തിൻ്റെ പടം കാണാൻ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു റിബൺ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ദൂരത്തുനിന്ന് ഇങ്ങനെ റിബൺ ഇങ്ങനെ വലിച്ചു കെട്ടിയിരിക്കുക. അതിനൊരു കീപ് ഡിസ്റ്റൻസ് എല്ലായിടത്തും പറയുന്നുണ്ട്. കീപ് ഡിസ്റ്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒടുവിൽ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, എടാ ഈ കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ് റിബൺ കെട്ടിയിരിക്കുന്നത് അതിൻ്റെ അടുത്ത് വന്ന് അതിലാരും തൊടാതിരിക്കാനാണോ? എൻ്റെ അടുത്ത് ചെവി പറഞ്ഞ് തൊടാതിരിക്കാനല്ല. ഈ പിക്ചറിൻ്റെ അടുത്ത് ചെല്ലും തോറും ഇതിൻ്റെ ഭംഗി കുറഞ്ഞോണ്ടേയിരിക്കും. ഇതിനെ കാണണമെങ്കിൽ ഒരു ഡിസ്റ്റൻസിൽ കണ്ടെങ്കിൽ ഇത് എന്തുവാന്ന് പോലും മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ അടുത്ത് ചെല്ലും തോറും ഈ ചിത്രം വികൃതമായിക്കൊണ്ടിരിക്കും. അകലത്തിൽ പോകും തോറും ഈ ചിത്രം മനോഹരമായിരിക്കും. ഇതാണ് ലോകം. മനസ്സിലാകുന്നുണ്ടോ? ഇതാണ് ലോകം. നിങ്ങൾ ഏതൊരു മനുഷ്യനെ എടുത്തു നോക്കിയേ, ആ മനുഷ്യനോട് നിങ്ങൾ അടുത്ത് ചെല്ലും തോറും ആ വ്യക്തിയുടെ സൗന്ദര്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആ വ്യക്തി ഇനി ഫിലിം സ്റ്റാർ ആയിക്കൊള്ളട്ടെ, ഇനി ഹോളിവുഡ് താരമായിക്കൊള്ളട്ടെ, ഇനി നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാസ്റ്റർ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കുടുംബത്തോടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ഹൂ എവർ ഇറ്റ് മേ ബി, നിങ്ങൾ അടുത്ത് ചെല്ലും തോറും അദ്ദേഹത്തിനോട് ഇഷ്ടം നിങ്ങൾക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ആമേൻ. നമുക്ക് ചെറുതു ഇന്നയാളിനോടൊന്ന് അടുത്ത് ഇടപെടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പണ്ടൊക്കെ ചിലരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അടുത്തിടപെടുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ഇച്ചിരി അകലത്തിൽ നിന്നാ മതിയായിരുന്നല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആമേൻ. ലോകത്തോട് നിങ്ങൾ അടുക്കും തോറും, ലോകത്തോട് നിങ്ങൾ ചേരും തോറും, ലോകത്തിനോട് നിങ്ങൾ അടുക്കും തോറും ലോകം നിങ്ങൾക്ക് വികൃതമായി തോന്നും. ലോകം നിങ്ങളെ വേദനിപ്പിക്കും. ലോകം നിങ്ങളെ വേദനിപ്പിക്കും. പണത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു. പണം കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു വേദനയായി മാറിയത് വരാം.
നിങ്ങൾ ചിലരെ ഇഷ്ടപ്പെടുന്നു, അത് നിങ്ങൾ പ്രാപിച്ചെടുത്തു കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിയെന്ന് വരാം. എന്നാൽ യേശുവിനെ നിങ്ങൾ അടുത്ത് ചെല്ലുന്തോറും, മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തോട് നീ അടുക്കും തോറും അത് വികൃതമാകും. യേശുവിനോട് നീ അടുക്കും തോറും യേശുവിനെ നിനക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നും. ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുക. ഞാൻ പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് ആ പാതാര വൃന്ദങ്ങളൊന്ന് വീഴാൻ, യേശുവിൻ്റെ കാലയിലൊന്ന് കെട്ടിപ്പിടിക്കാൻ, യേശുവിനെ ഒന്നുകൂടെ അടുത്തു ചെല്ലാൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ ക്യാമ്പിനകത്ത് ചില ജീവിതങ്ങൾ ഇന്നലത്തതിനേക്കാളും, ഇന്ന് രാവിലത്തതിനേക്കാളും, ഇന്ന് വൈകുന്നേരം ഇതുവരെയുള്ള സമയത്തെക്കാളും, ഈ ക്യാമ്പ് കഴിഞ്ഞ് ഈ രാത്രി സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ പറയണം, നോ, ഈ ലോകം എനിക്ക് വേണ്ട, യേശുവിനെ എനിക്ക് മതി. ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്തുണ്ട്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിലെ സകലതും നിന്നെ വേദനിപ്പിക്കുമ്പോൾ, ലോകത്തിലെ ബന്ധങ്ങൾ നിന്നെ കരയിപ്പിക്കുമ്പോൾ, നീ പ്രതീക്ഷിക്കുന്നിടത്തൊക്കെ നിന്നെ ചവിട്ടി മാറ്റുന്നത് പോലെ നിനക്ക് തോന്നുമ്പോൾ, ആമേൻ, നിന്നെ ചേർത്ത് പിടിക്കും എന്ന് തോന്നിയവർ നിന്നെ അടുത്ത് ചെല്ലുമ്പോൾ നിന്നെ അകറ്റി നിർത്തുമ്പോൾ, എൻ്റെ കർത്താവ് നിന്നെ അകറ്റി നിർത്തുന്ന, നിന്നെ മാറ്റി നിർത്തുന്ന, നിന്നെ ചവിട്ടി മാറ്റുന്ന ദൈവമല്ല, നിന്നെ ചേർത്ത് പിടിച്ചു മകനെ, മകളെ എന്ന് വിളിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുന്തോറും ദൈവം നിന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചോണം. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്തോണം. ഇന്ന് രാത്രി കർത്താവിനോട് അടുത്ത് ചെല്ലാൻ ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി എനിക്കൊരു 50 മിനിറ്റ്സ് അല്ലെ 1 hour ഡസൻറ്റ് മാറ്റർ കേട്ടോ. ഞാൻ പ്രസംഗിച്ച് തീർത്തോ, ഞാൻ കൊണ്ടുവന്ന് പോയിന്റ് പ്രസംഗിച്ചോ, നിങ്ങൾ പാസ്റ്റർ മുഴുവൻ പ്രസംഗിച്ചിട്ട് പോട്ടെ, മുഴുവൻ കേട്ടിട്ട് ഞങ്ങൾ സന്തോഷിക്കാമെന്ന് വിചാരിക്കേണ്ട. ഇത്രയും പറഞ്ഞ് നിർത്താനാണെങ്കിൽ എനിക്ക് സന്തോഷം. പക്ഷേ നിങ്ങൾ യേശുവിനോട് അടുക്കണം. നിങ്ങൾ യേശുവിനോട്, ഞാൻ യേശുവിനോട് പ്രസംഗിച്ചു എന്ന് കരുതി പെർഫെക്റ്റ് അല്ല. ഇന്നലത്തേക്കാൾ ഇന്ന് യേശുവിനോടൊന്ന് കൂടുതൽ അടുക്കാൻ. അടുത്ത ഞായറാഴ്ച സഭായോഗത്തിന് നിങ്ങൾ ചെല്ലുമ്പോൾ കഴിഞ്ഞ ആഴ്ച ആരാധിച്ച രീതിയല്ല നിങ്ങളുടെ ആരാധന. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ മുഴുവൻ ദൈവമക്കളും യുവജനങ്ങളും അന്യഭാഷയിൽ ആരാധിക്കുന്നവരായി തീരണം. ആമേൻ. അത് ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവിന് മൂല്യം കൊടുക്കുന്നവരായി തീരണം. ആത്മാവിന്റെ തീ കഷ്ണങ്ങളായി മാറണം. ഹല്ലേലൂയ. അതിന് പ്രായം വ്യത്യാസമില്ല, അതിന് എഡ്യൂക്കേഷൻ വിഷയമല്ല, ലോകത്തിലൊന്നും അതിന് വിഷയമല്ല. നോക്കുക, യേശുവിനെ ആഴമായിട്ട് അടുത്ത് അറിയണം. വിശുദ്ധ ബൈബിളിൽ ഞാൻ 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചാട്ടെ. യെസ്. വാട്ട് ഈസ് ആൻ എക്സ്പീരിയൻസ്? അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു കേട്ടതല്ല, വായിച്ചറിഞ്ഞതല്ല. നമ്മളിൽ ഒരു 70% ആൾക്കാരും പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും. അങ്ങനെ എത്ര പേരുണ്ട്? പെന്തക്കോസ്ത് കുടുംബത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ പശ്ചാത്തലത്തിൽ ജനിച്ചവരായിരിക്കും. നമ്മൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ നമ്മൾ യേശുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്.
സൺഡേ സ്കൂളിൽ യേശുവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. PYPAയിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അഭേ PYPAയിൽ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ പലരും യേശുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ എന്തിനാ തിരുവനന്തപുരത്തു നിന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നത് എന്ന് ചോദിച്ചാൽ, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനല്ല, ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ കുറിച്ച് പറയാനാ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞ യേശുവിനേക്കാൾ അപ്പുറത്ത്, എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകൻ എന്നോട് പറഞ്ഞ യേശുവിനേക്കാൾ അപ്പുറത്ത്, ഞാൻ ഏതോ കമൻട്രി വായിച്ച് പഠിച്ച് പ്രസംഗിച്ച യേശുവിനേക്കാൾ അപ്പുറത്ത് എൻ്റെ യേശു ആരാണെന്ന് ഇന്നു രാത്രി അറിയാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ ആ വ്യക്തിയോട് ദൂത് പറയുന്നു. ഇന്ന് രാത്രി ഈ സെഷൻ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുമ്പ് എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ മേൽ ഇറങ്ങും. നിന്റെ ചുറ്റുപാടുകൾ ദൈവത്തിന് വിഷയമല്ല, നിന്റെ ബാക്ക്ഗ്രൗണ്ട് ദൈവത്തിന് വിഷയമല്ല. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി പോലും യേശുവിനെ അറിഞ്ഞിട്ടില്ലായിരിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഒരു പുതിയ അനുഭവത്തിലേക്ക് യേശു നിന്നെ തൊടുന്നൊരനുഭവം, യേശുവിൻ്റെ മഹത്വം കാണുന്നൊരനുഭവം, യേശുവിൻ്റെ കരം നിന്നെ തൊടുന്നൊരനുഭവം ഇന്ന് രാത്രി അതിനായി സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതുകയാണ്. അപ്പോസ്തലനായ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും, ഞങ്ങൾ കണ്ടതിനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കണ്ടതിനെ കണ്ടിട്ട് വീട്ടിൽ പോയില്ല. ഹലോ, കണ്ടതിനെ കണ്ടിട്ട് കേട്ടതിനെ കേട്ടിട്ട് വീട്ടിൽ പോയില്ല. നോക്കണമെങ്കിൽ ഒരാഗ്രഹം വേണം. അതിനോടൊരാഗ്രഹം. നിങ്ങളൊരു സിനിമ പോസ്റ്റർ നിങ്ങൾ ഓൺ ദ വേ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ ഒട്ടിച്ചിരിക്കുന്ന കണ്ടത് പാപമൊന്നുമല്ല. എന്നാൽ അതിലേക്ക് നിങ്ങൾ നോക്കണമെങ്കിൽ അതിനോടൊരു താല്പര്യമുണ്ടാകുന്നതുകൊണ്ടാണ്. ഹലോ, ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നു, ഞങ്ങൾ കണ്ടതിനെ, ഞങ്ങൾ കേട്ടതിനെ ഞങ്ങൾ നോക്കി. ആമേൻ. ഞങ്ങൾ നോക്കിയതും, ആമേൻ, ഞങ്ങളുടെ കൈ, ആമേൻ, ഞങ്ങൾ നോക്കിയതിനെ ഞങ്ങളുടെ കൈ തൊട്ടു. ആമേൻ. അതെന്താണ്? ജീവന്റെ വചനം. എല്ലാ വാക്യമൊന്നും വായിക്കാനും പ്രസംഗിക്കാനും ഒന്നും എനിക്ക് സമയമില്ല. അതെന്തായിരുന്നു? ജീവന്റെ വചനമായിരുന്നു. ആരാണ് ഈ ജീവന്റെ വചനം? ആരാണ് ഈ ജീവന്റെ വചനം? എത്ര ശബ്ദം ഉയർത്തി പറയാൻ പറ്റും? യേശു. ഒന്ന് ശബ്ദം ഉയർത്തി പറയാമോ? ഈ ജീവന്റെ വചനം എൻ്റെ യേശു എന്ന് പറയാൻ എത്ര പേർക്ക് കൈ ഉയർത്തി ശബ്ദമുയർത്തി പറയാൻ കഴിയും? ഈ ജീവന്റെ വചനം ലോകത്തിലെ ഒന്നുമല്ല, ഞങ്ങളുടെ യേശു, എൻ്റെ യേശു. ഇന്ന് രാത്രിയിൽ ആ യേശുവിനെ തൊടാൻ, യേശുവിനെ ഒന്ന് നോക്കാൻ, യേശുവിൻ്റെ മഹത്വം ഒന്ന് കാണാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഞാൻ അടുത്ത തലത്തിലേക്ക് കടക്കുക. എങ്കിലേ എൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുക. ഇനി ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. എക്സ്പീരിയൻസ് ജീസസ്. യേശുവിനെ അനുഭവിച്ചറിയണം. ഈ യേശുവിനെ അനുഭവിച്ചറിയണമെങ്കിൽ എന്തോ വേണം? ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെങ്കിൽ, ഒരു ട്രാൻസ്ഫോർമേഷൻ.
ഒരു രൂപാന്തരം, ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ വെറുതെ സംഭവിക്കത്തില്ല. വെറുതെ സംഭവിക്കത്തില്ല. ഒരു ഉപരിപ്ലവമായ യേശുദാസിന്റെ പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരാധിക്കാനുള്ള ഒരു ഇമോഷനുണ്ട്. എനിക്ക് ചാടി എഴുന്നേറ്റ് തുള്ളണമെന്നുണ്ടായിരുന്നു കൂടെ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് പലർക്കും എഴുന്നേറ്റ് നിന്നൊന്ന് കൈ അടിച്ചാൽ കൊള്ളാമെന്ന്, ചിലർക്കൊക്കെ ഒടുവിലൊന്ന് വിസിലടിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യം ചിലരുടെയൊക്കെ അകത്തുണ്ടായി. അതൊരു ഇമോഷനാണ്. ആമേൻ, സ്തോത്രം. അത് നമ്മൾ ഇതിനകത്ത് വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ വേറെ എന്തെങ്കിലും കണ്ടാൽ ചിലപ്പോൾ അവിടെയും ഫുട്ബോൾ ഗ്രൗണ്ടിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ഒക്കെ ഇമോഷൻ ഉണ്ടാകും. അത് നമ്മുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ടീനേജേഴ്സിൻ്റെ, യങ്സ്റ്റേഴ്സിൻ്റെ അകത്തൊരു ഒരു ഒരു തിളയ്ക്കുന്ന ഒരു സംഗതിയുണ്ട്. അതിനപ്പുറത്ത് യേശുവുമായിട്ട് ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ, യേശുവിനെ അറിയണമെങ്കിൽ ഒരു എൻകൗണ്ടർ ആവശ്യമാണ്. മനസ്സിലായ എത്ര പേരുണ്ട്? മനസ്സിലായ എത്ര പേരുണ്ട്? ചുമ്മാതെ ബൈബിൾ സ്കൂളിൽ പഠിച്ചാൽ ഉണ്ടാകത്തില്ല. അതാണ് നമ്മുടെ പലരുടെയും പരാജയം. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അടുത്തറിയാതെ, യേശുവിനെ അനുഭവിച്ചറിയാതെ, യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഇല്ലാതെ നീ എത്ര അന്യഭാഷ പറഞ്ഞാലും പരിശുദ്ധാത്മാവിന് നിന്നെ മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. ആമേൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. യേശുവുമായിട്ട് ഒരു കൂട്ടിമുട്ടൽ, യേശുവുമായിട്ട് അടുത്തൊരനുഭവം, യേശുവിൻ്റെ കരത്തിൻ്റെ സ്പർശനം, യേശുവുമായിട്ടൊരു അടുത്ത ഇടപെടൽ. ആമേൻ. ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയാവുന്ന എക്സ്ട്രീം വേർഡ്സ്, വൊക്കാബുലറീസ് ഞാൻ ഉപയോഗിക്കുക. ആമേൻ. ഇന്ന് രാത്രിയിൽ അതാ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ക്യാമ്പിൻ്റെ സംഘാടകർ ആഗ്രഹിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്ന നാം ഇന്നുവരെ അനുഭവിക്കാത്ത ഒരു എൻകൗണ്ടറിലേക്ക് വരാൻ, ഒരു ദൈവവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരാൻ, ദൈവികമായ അനുഭവത്തിലേക്ക് വരാൻ. ഇന്ന് രാത്രി ആരൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്? എൻകൗണ്ടർ നിന്നെ ട്രാൻസ്ഫോം ചെയ്യും. മനസ്സിലായോ? 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 വേറെ ഒന്നിനും നിന്നെ ട്രാൻസ്ഫോം ചെയ്യത്തില്ല. മെസ്സേജ് cannot transform your life. Song cannot transform your life. But Jesus, the encounter with Jesus can transform your life. നിന്റെ ജീവിതത്തെ മറ്റൊന്നാക്കി മാറ്റാൻ, നിന്റെ സ്വഭാവത്തെ മറ്റൊന്നാക്കി മാറ്റാൻ, നിന്റെ ഇടപെടലുകളെ മറ്റൊന്നാക്കി മാറ്റാൻ, നിന്റെ നേച്ചറിനെ മറ്റൊന്നാക്കി മാറ്റാൻ, നിന്റെ അപ്പിയറൻസിനെ മറ്റൊന്നാക്കി മാറ്റാൻ യേശുവുമായിട്ടുള്ള എൻകൗണ്ടറിന് കഴിയും. മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? ദൂത് മനസ്സിലായ എത്ര പേരുണ്ട്? ആമേൻ. നിന്റെ ഫോമിനെ മറ്റൊന്നാക്കാൻ പറ്റും. അസോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയും, വെള്ളത്തെ വീഞ്ഞാക്കാൻ യേശുവിന് കഴിഞ്ഞില്ലേ? വെള്ളത്തെ എന്താക്കി മാറ്റി? വീഞ്ഞാക്കി മാറ്റാൻ യേശുവിന് കഴിഞ്ഞോ ഇല്ലയോ? പഴയ നിയമത്തിൽ വരുമ്പോൾ പുഴുവിനെ മെതിവണ്ടിയാക്കി മാറ്റാൻ ഇറ്റ് ഡസന്റ് ഹാവ് എനി കണക്ഷൻ. ഒരു സ്പീഷീസിലുള്ളതൊന്നുമല്ല. പുഴുവിൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ല ബുൾഡോസർ. ആണോ അല്ലോ? പുഴുവിനെ മെതിവണ്ടിയാക്കി മാറ്റാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നാലേ നടക്കത്തുള്ളൂ. കാരണം ഇനി എൻ്റെ മുമ്പിൽ വളരെ 20 മിനിറ്റ്സ് കൊണ്ട് എവിടെ തീർക്കണമെന്ന് ഞാൻ ഭാരപ്പെടുക. എങ്കിലും അത്രയും സമയം, ഞാനൊരു 30 മിനിറ്റ്സേ പ്രതീക്ഷിച്ചുള്ളൂ ഷിബിനെ. എന്നാൽ നിങ്ങൾ എനിക്ക് എത്ര തന്നതിൽ ഐ എം സോ ഹാപ്പി. കാരണം ഭയങ്കര അനുഗ്രഹമാണ്. അത്രയും സമയമൊന്നും ക്യാമ്പിൽ ഞങ്ങൾ കൊടുക്കത്തില്ലായിരുന്നു. 30 മിനിറ്റ്സ് 45 മിനിറ്റ്സ് കൊണ്ട് കൊടുത്തിട്ടില്ല ആർക്കും. അപ്പം ഇത്രയും സമയം കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ആമേൻ. ഞാൻ പറഞ്ഞ എത്ര പേർ മനസ്സിലാവുന്നുണ്ട്? ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാൻ ഈ ഭൂമിയിൽ നടക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ് മെറ്റാമോർഫോസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലേ? എന്തുവാ മെറ്റാമോർഫോസിസ്? എന്തോ സാധനം നിങ്ങളുടെ ബയോളജി പഠിക്കുന്നുണ്ട്. എന്തുവാ? കാറ്റർപില്ലർ എന്തായിട്ട് മാറും? കൊക്കോൺ, പ്യൂപ്പ. അത് പിന്നെ എന്തായിട്ട് മാറും? ബട്ടർഫ്ലൈ. അതാണ് ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ. എന്തായിട്ട് മാറി? ഈ ഭൂമിയിൽ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ.
എഴഞ്ഞു നടക്കുന്ന, നമുക്കിഷ്ടമല്ലാത്ത, നമുക്ക് കണ്ടാൽ ചവിട്ടിക്കൊല്ലുന്ന, അതിൻ്റെ മുള്ളുകളുള്ള, ഇല തിന്നുന്ന, ഒരു കൊള്ളരുതാത്ത ഒരു പുഴു 20 ദിവസം കൊക്കൂടിനകത്ത് ഇരുന്ന് കഴിയുമ്പോൾ ഇറങ്ങി വരുന്ന സാധനത്തിന് പുറകെ നമ്മൾ പിടിക്കാൻ ഓടും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കണ്ടാ ചവിട്ടിക്കൊല്ലുന്ന, ഇഷ്ടമല്ലാത്ത, കാർക്കിച്ചു തുപ്പുന്ന, അവൻ നട്ടലില്ലാത്ത, കഴിവില്ലാത്ത, ഇല തിന്നുന്ന, നമ്മൾ ആട്ടാമ്പുഴു എന്നൊക്കെ പറഞ്ഞു കളയുന്ന, ആട്ടാമ്പുഴു അല്ല, കണ്ടാ തോന്നും നമുക്ക്. ആ സാധനം 20 ദിവസവും കൊക്കൂട്ടിനകത്തിരുന്നിട്ട് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വന്ന് ഒരു ബട്ടർഫ്ലൈ ആയി കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ അതിനെ എന്ത് ചെയ്യും? പിടിക്കാൻ. സ്തോത്രം. അതിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമേഷൻ. അതാണ് ട്രാൻസ്ഫോം. ആമേൻ. അതിൻ്റെ നേച്ചർ മാറി, അതിൻ്റെ ഫോം മാറി, അതിൻ്റെ അപ്പിയറൻസ് മാറി. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക ഭാഷയിലല്ലേ ഇവിടെ ട്രാൻസ്ഫോം എഴുതിയത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ദൂത് പറയുന്നു, ഈ ദൈവത്തിൻ്റെ വചനം അകത്തേക്ക് വരുമ്പോൾ ഈ ലോകത്തിന് അനുരൂപമാക, ഡോണ്ട് കൺഫേം വിത്ത് വേൾഡ്. ലോകത്തോട് നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുരൂപരാകാത്ത മറ്റൊരു രൂപത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നേച്ചറിൽ മാറ്റം ഉണ്ടാകണം, അപ്പിയറൻസിൽ മാറ്റം ഉണ്ടാകണം, ജീവിത ശൈലികളിൽ മാറ്റം ഉണ്ടാകണം. ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പാസ്റ്റർ പറയണം, there is a great change in your life. ആമേൻ. നിങ്ങളുടെ പേരൻസ് പറയണം, 24 മണിക്കൂർ മൊബൈലിൽ കളിക്കുന്ന മോനെ, നിനക്ക് എന്തോ പറ്റിയുടെ മൊബൈൽ കാണുമ്പോൾ നീ വലിച്ചു മാറ്റുന്നല്ലോ. അതാ മാറ്റം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വന്നവരെ മുഴുവൻ ദൈവം മാറ്റിയിട്ടുണ്ട്. മീൻപിടുത്തക്കാരൻ ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വന്നപ്പോൾ മനുഷ്യനെ പിടിക്കുന്നവനായില്ലേ? പീറ്റർ ആരായിരുന്നു? ഫിഷേഴ്സ് ഓഫ് മാൻ. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ഫിഷേഴ്സ് ഓഫ് മെൻ അല്ലായിരുന്നു, ഫിഷേഴ്സ് ഓഫ് ഫിഷർ. ഇതെന്തായിരുന്നു? ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മീൻപിടുത്തക്കാരനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി. എവിടെയാണ്? യേശുവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വന്നപ്പോൾ. ആമേൻ. ദൈവസഭയെ കൊന്നുമുടിച്ച് പുരോഹിതന്മാരുടെ, മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമേറ്റുകൊണ്ട് ഡമസ്കോസിലേക്ക് കടന്നുപോയ പൗലോസ് സ്തെഫാനോസിനെ കൊല്ലുമ്പോൾ സമ്മതം മൂളിക്കൊണ്ട് അവരുടെ വസ്ത്രം സൂക്ഷിച്ചവൻ, ദാസന്മാരെ, ദൈവസഭയെ തകർത്തവൻ, ഡമസ്കോസിലേക്ക് പോകുന്നതും അവിടെ ചെന്ന് അവിടെയുള്ള ദൈവമക്കളെ കൊല്ലുവാൻ, അവിടെ ചെന്ന് അവിടെയുള്ളവരെ പിടിച്ചുകൊണ്ട് യെരൂശലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാൻ. എന്നാൽ ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. യേശുവുമായിട്ടൊരു എൻകൗണ്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. യേശുവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ സിംഹത്തെ പോലെ പോയ ശൗല് കുഞ്ഞാടിനെ പോലെയുള്ള പൗലോസായി മാറി. സ്വഭാവത്തിൽ മാറ്റം വന്നു, ജീവിതത്തിൽ മാറ്റം വന്നു. ഗർജിക്കുന്ന സിംഹം കുഞ്ഞാടായിട്ട് രൂപാന്തരപ്പെട്ടത് ലോകത്തിലെ ആരുടെയും പ്രസംഗമല്ല, എന്തെങ്കിലും മനുഷ്യന്റെ പ്രതികൂലം കണ്ടിട്ടല്ല. സ്തെഫാനോസ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടതാ. മാനസാന്തരം ഉണ്ടായില്ല. സ്തെഫാനോസ് ഇവർ ചെയ്യുന്നത് ഇവർക്ക് നിലനിർത്തരുതേ, പാപം ഇവരോട് നിലനിർത്തരുതേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മരിക്കുന്നത് ആര് കണ്ടു? പൗലോസ് കണ്ടു, ശൗല് കണ്ടു. പക്ഷേ ഈ കരച്ചിലും പ്രാർത്ഥനയ്ക്ക് ഒന്നും രൂപാന്തരപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പോൾ ഒരു 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 ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സെൻസേഷണലായിട്ടുള്ള, സെന്റിമെന്റലായിട്ടുള്ള ഒരു വിഷയത്തിന് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. അങ്ങനെ മാനസാന്തരപ്പെട്ടു വരുന്നവരൊക്കെ 4 മാസം കഴിയുമ്പോൾ പിന്മാറിപ്പോകുന്നേ. എന്നാൽ യേശുവിനെ നേരിട്ട് കണ്ടവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും അവൻ പിടിച്ചു നിൽക്കും. ഏത് വെല്ലുവിളിയുടെ നടുവിലും അവൻ പിടിച്ചു നിൽക്കും. ആരെല്ലാം മാറ്റി നിർത്തിയാലും അവന് ഭയമില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ കേട്ടുകൊണ്ട് കരുതാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം
ഞാൻ സകലത്തിനും മതിയായവൻ. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാൻ എനിക്ക് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിനെ ഒന്ന് മാറ്റി നിർത്തിയുള്ള ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രൈസ് ദി ലോർഡ്, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പൗലോസ് പറയാൻ കാരണം വേദപുസ്തകത്തിന്റെ പരിജ്ഞാനത്തിന്റെ കൂടുതൽ കൊണ്ടല്ല, എൻ്റെ യേശുവിനെ സ്നേഹിച്ചത് കൊണ്ടാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ ദൈവികമായ എൻകൗണ്ടർ ഉണ്ടായവരുണ്ട്. അവർ യേശുവിനെ മുറുകെ പിടിച്ചു. നമുക്കറിയാം, യാക്കോബ് ദൈവവുമായിട്ടുള്ള എൻകൗണ്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം മാറി, അവൻ്റെ പേര് മാറി, അവൻ മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ആമേൻ. വേദപുസ്തകത്തിലെ ഓരോ വ്യക്തികളെ നിങ്ങൾ പഠിച്ചു നോക്കണം. അവരുടെ ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തത്, ദൈവവുമായിട്ടുള്ള ആഴമായ ഇടപെടലുകൾ, ദൈവത്തിൻ്റെ ദർശനം. സാധു സുന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള കർത്താവിൻ്റെ സാക്ഷികൾ, മിഷണറിമാർ, അവരുടെ ജീവിതം കർത്താവിന് കൊടുത്തത്. ചൈനയെ നേടാൻ പോയ ജോൺ സങ് കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്തത് യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ ആയിരുന്നു. ഇന്ന് രാത്രി ലോകത്തിൽ ആരുമായിട്ടും നിങ്ങൾക്കൊരു ആഴമായ അടുപ്പം ഉണ്ടായില്ലെങ്കിലും യേശുവുമായിട്ടുള്ള അടുപ്പം നിങ്ങളെ മറ്റൊരു വ്യക്തി ആക്കി മാറ്റും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശുവുമായിട്ടുള്ള ബന്ധം നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്തിലേക്ക് നയിക്കും? യേശുവുമായിട്ടുള്ള ബന്ധം നിങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കും. ഒരു ദൈവമൈതനായി തീരുക, യേശുവിൻ്റെ മകനായി തീരുക, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വിശുദ്ധ ജീവിതമാണ്. ഞാൻ കൈയടിക്കണ്ട എന്ന് പറയുന്നില്ല. പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങളെക്കാൾ ഒക്കെ അന്യഭാഷ പറയുകയും നിങ്ങളെക്കാൾ ഒക്കെ നൃത്തം ചെയ്യുകയും എൻ്റെ ലോക്കൽ സഭയിലും എൻ്റെ സെൻറ്ററിൻ്റെ മാസയോഗത്തിലും എൻ്റെ സെൻറ്ററിൽ എൻ്റെ കൂടെയുള്ള ദൈവദാസന്മാർ, സെൻട്രൽ പാസ്റ്റർമാർ ഇത്ര ആരാധിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ 1.5 വർഷം തളർന്നു കിടന്നതാണ് കട്ടിലേൽ. ആക്സിഡൻ്റ് ആയിട്ട്, ബൈക്ക് ആക്സിഡൻറ്റിൽ നട്ടലിൽ സിവിയർ ഡിസ്പ്രലാപ്സ് ഉണ്ടായി. എൻ്റെ വലതുകാലം മുഴുവൻ തളർന്ന് കട്ടിലേൽ കിടന്ന എന്നെ എൻ്റെ കർത്താവ് ഒറ്റ രാത്രി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തൊട്ട് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരെ എന്നെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. എൻ്റെ മൂത്ത ബ്രദറിനെ വിളിച്ചൊരിക്കൽ ഡോക്ടർ പറഞ്ഞു, ഇനി എങ്ങും കൊണ്ടുപോകണ്ട, വലതുകാലിലേക്കുള്ള മുഴുവൻ വെയിനും ബ്ലഡ് ക്ലോട്ടായിപ്പോയി. സർജറി ചെയ്ത് ബ്ലഡും കൂടെ ഒന്ന് നേരെയാക്കിയാലേ ബൈപ്പാസ് പലയിടത്തും കാലി ചെയ്താൽ നടക്കത്തുള്ളൂ. സക്സസ് ആകത്തില്ല, വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ ലോക്കൽ സഭയിൽ 21 ദിവസം ഉപവാസമാണ്. ഞാൻ കട്ടിലേക്ക് കിടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങൻ്റെ കാലുകൾക്ക് ബലം തന്നാൽ ഏതെല്ലാം വേദികളിൽ ഞാൻ പോകുമോ അവിടെല്ലാം എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമെന്ന് ഞാൻ പറയും. ആ മേൽ അവിടെ കിടന്നുകൊണ്ട് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം രാത്രിയിൽ ഞാൻ എൻ്റെ കട്ടിലേൽ കിടന്ന് ഇങ്ങനെ കരയുകയാണ്. എൻ്റെ അമ്മ 14-ാമത്തെ വയസ്സിൽ മരിച്ചതാ. എനിക്ക് ഫുഡ് എടുത്തു തരാൻ ആളില്ല, എൻ്റെ ദേഹം തുടച്ചെടുക്കാൻ ആരുമില്ല, എൻ്റെ അടുത്തിരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ ആളില്ല. കുറച്ച് നാളൊക്കെ പ്രാർത്ഥിച്ച് ആൾക്കാർ മടുത്തുപോയെന്തേ. എൻ്റെ കട്ടിലിൽ കിടക്കുമ്പോൾ അന്ന് രാത്രി എൻ്റെ ദൈവം എന്നെ തൊടാനിടയായി. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ഇതാ എൻകൗണ്ടർ എന്ന് പറയുന്നത്. അന്ന് രാത്രി എൻ്റെ കർത്താവിൻ്റെ കരവെന്നെ തൊട്ടു. എൻ്റെ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. എൻ്റെ തളർന്നു കിടന്ന കാല് ഞാൻ ചലിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ കൈ കൊണ്ട് ഞാൻ ട്രാക്ഷൻ ഊരിക്കളഞ്ഞു. അന്ന് രാത്രി എഴുന്നേറ്റ് നടന്നു. ഇന്നും എന്നെ ഇവിടെ നടത്തിക്കൊണ്ടുവന്ന എൻ്റെ ദൈവത്തെ നൃത്തം ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി മനസ്സിലായി എത്ര ദൈവമക്കളിനകത്ത് വന്നിട്ടുണ്ട്. അഭിഷേകത്തിൻ്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി പോയ ചില മേഖലകളെ
ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ദൈവം നിന്നെ ഈ തലമുറയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഈ തലമുറയിൽ നിന്നെ ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഈ തലമുറയിൽ നിനക്കൊരു അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇന്ന് രാത്രിയിൽ? യേശുവുമായിട്ട് ഒരു അനുഭവം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആരോ പ്രസംഗിച്ച പ്രസംഗം ഏറ്റുപറഞ്ഞ് പ്രസംഗിക്കാനല്ല എന്നെ വിളിച്ചത്. ആമേൻ, ആമേൻ, ആമേൻ. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ആമേൻ. ആരോ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ബാക്കി കൂട്ടിച്ചേർത്ത് പ്രസംഗിക്കാനല്ല. എൻ്റെ അനുഭവത്തിൽ യേശു വലിയവൻ. എൻ്റെ ഭാര്യ ഇതിനകത്തിരിപ്പുണ്ട്, എൻ്റെ ഭാര്യ ഇതിനകത്തിരിപ്പുണ്ട്. അവിടെ ഒരു ലിസ്സായിരുന്നു. കുടുംബമായിട്ട് ട്രിവാൻഡ്രത്ത് വന്നേ. ആമേൻ. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ആദ്യത്തെ കുറച്ച് നാളുകൾ ഞങ്ങൾ 2000 ഞാൻ 16 വയസ്സുള്ളപ്പോൾ കർത്താവിൻ്റെ വിലയ്ക്ക് വേണ്ടി ഇറങ്ങി. എത്ര വയസ്സ്? 16 വയസ്സുകാരെ കൈവക്കിക്ക്. 16 വയസ്സുകാരെ കൈവക്കാൻ അയ്യോ നാണക്കേടാണോ? സ്വീറ്റ് 16 എന്നാ ധൈര്യമായിട്ട് പൊക്കിക്കും. 16 വയസ്സുള്ളപ്പം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കഴിഞ്ഞ 31 വർഷമായിട്ട് പ്രസംഗിക്കുക. കൃപയാ, കൃപയാ. 16 വയസ്സ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. 16 വയസ്സുള്ള ബൈബിൾ സ്കൂളിൽ പോയപ്പം എൻ്റെ വിചാരം ബൈബിൾ സ്കൂളിൽ എല്ലാവരും ഭയങ്കര വിശുദ്ധന്മാരാണെന്നാ. കാരണം ഞാൻ മർത്തോമായി ഒറ്റയ്ക്ക് ഇറങ്ങിയില്ല. എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയതാ. 16-ാമത്തെ വയസ്സിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് ആ കുടുംബത്തിൽ ഇന്നു വരെ കയറിയിട്ടില്ല. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഇന്നുവരെ ആ കുടുംബത്തിൽ തിരിച്ചു കയറാൻ ദൈവം അനുവദിച്ചിട്ടില്ല. സ്തോത്രം. എൻ്റെ കുടുംബത്തെക്കാൾ നല്ല ഒരു ക്രിസ്തീയ IPC കുടുംബത്തിനകത്തോട്ടാണ് ഞാൻ വന്നേ. അവരെന്നെ ഇങ്ങനെ കൈവെള്ളേ കൊണ്ട് നടന്നു. അവരെന്നെ ഒത്തിരി സ്നേഹിച്ചു. ആമേൻ. ആ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഭാര്യയോട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മിനിസ്ട്രി തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ സ്ലം ഏരിയയിലൊക്കെ പ്രവർത്തിക്കുവായിരുന്നു. ട്രിവാൻഡ്രത്ത് ചെങ്കൽച്ചൂള, ബണ്ട് കോളനി, അങ്ങനെയുള്ള ആരും റിജക്റ്റഡ്, കൊള്ളരുതാത്ത, ആരും പോകാത്തടുത്ത് ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ വൈഫ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. എല്ലാം നമ്മൾ യാക്കോബയിൽ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. എറണാകുളത്തെ വീട്. യാക്കോബയിൽ ഒറ്റയ്ക്ക് ഇറങ്ങിയതാ. ആമേൻ. വീട്ടിനകത്ത് 25 ദിവസം പൂട്ടിയിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് വീട്ടിൽ പറഞ്ഞേന്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്കൊരു ചലഞ്ചിന് വേണ്ടി പറയാ. വീടിനകത്ത് 25 ദിവസം പൂട്ടിയിട്ട് നീ വെളിയിൽ പോയി ഏതോ പെന്തിക്കോസുകാരോട് ആരാധിക്കാൻ പോകുന്നതുകൊണ്ടാണ് നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞതിന് വീട്ടിൽ എന്ത് ചെയ്തു? ഇറങ്ങി. ഞങ്ങൾ ഒത്തിരി പേരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അതികഠിനയായ ക്ഷയരോഗിയായിട്ട് മാറി. ലങ്സിനകത്തു ഒരു നേരം 800 ml ബ്ലഡ് വെച്ച് ഫ്ലൂയിഡ് ഈ പുറയിൽ ട്യൂബ് ഇട്ടിട്ടിരിക്കുകയാണ്. ലങ്സ് മുഴുവൻ വീക്കായി. ഒരു നേരം പോലും ഫ്ലൂയിഡ് നിൽക്കത്തില്ല, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. എന്നെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഹൈലി കണ്ടേജിയസ്. ട്രിവാൻഡ്രത്ത് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ ഡോക്ടർ രവീന്ദ്രൻ എന്നെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഹൈലി കണ്ടേജിയസ്. ഇത് സൗഖ്യമായാൽ തന്നെ ഒരു മിനിമം 2 years എടുക്കും ഇത് സൗഖ്യമാകാൻ. അതുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോക്കുക. കുറെ കോർട്ടിസോൺ ടാബ്ലറ്റ്സും ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു. വീട്ടിൽ കൊണ്ടുവന്നു. TB ടാബ്ലറ്റ്സ് മുടക്കാതെ കഴിച്ചോളാൻ പറഞ്ഞു. എന്നാൽ വൈഫ് എഴുന്നേക്കാൻ വയ്യാതെ കട്ടിലെ കിടക്കുക. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഞങ്ങൾ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ ഭാരപ്പെട്ടു. ഞങ്ങളെ സ്നേഹിച്ചിരുന്ന പലരും പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വരത്തില്ല, കാരണം ക്ഷയരോഗം പിടിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ഞാൻ എൻ്റെ പരിപാടി എല്ലാം ക്ലോസ് ചെയ്ത് എൻ്റെ ഭാര്യയെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ നിന്നു. ഭാര്യയെ ശുശ്രൂഷിക്കാൻ നിന്നു. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അവൾ ഉപയോഗിക്കുന്ന വസ്ത്രം പോലും ചൂടുവെള്ളത്തിലിട്ട് ഉപയോഗിക്കണം. അത്ര സീരിയസ് ആണ്, വളരെ സീരിയസ് ആണ്. എന്നാൽ ഒരു ദിവസം രാത്രി ദൈവാത്മാവിനോട് പറഞ്ഞു, അവൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടുത്ത് എന്ന് അവളുടെ കൈക്ക് പിടിച്ച് മുട്ടുമേ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ ദിവസം രാത്രിയിൽ ദൈവം എന്നോട് പറഞ്ഞതനുസരിച്ച് അന്ന് രാത്രി കൈക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ, അടുത്തു പോയിരുന്നു പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ദൈവശക്തി അവിടെ മേൽ വ്യാപരിച്ചു. ആമേൻ, ആമേൻ, ആമേൻ. അത്ഭുത സൗഖ്യം. ബ്രീത്തിങ് പ്രോബ്ലം അന്ന് രാത്രി മാറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഡോക്ടർ പറഞ്ഞു, എന്തിനാ പാസ്റ്ററെ
വൈഫിനെ കൊണ്ട് വന്നേ, എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകോ, 6 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഈ കേസ് എത്ര ഞാൻ ഹാൻഡിൽ ചെയ്തതാ. ഞാൻ പറഞ്ഞില്ല, ഒരു എക്സ്റേ എടുത്ത് നോക്കാൻ പറ്റുമോ? ഡോക്ടർ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് പഴയ എക്സ്റേയുമായിട്ട് ചേർത്ത് വെച്ചിട്ട് എന്നെ വിളിച്ചു കാണിച്ചു. ഒരു പാട് പോലുമില്ലാതെ, ഒരു ചെറിയ സ്കാറ് പോലുമില്ലാതെ, അത്ഭുത സൗഖ്യം. ഇന്ന് രാത്രി മനസ്സിലായി എത്ര പേരിനകത്ത് വന്നിട്ടുണ്ട്. എൻ്റെ കർത്താവ് മരിച്ചുപോയ ദൈവമല്ല, എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്ഭുതങ്ങളുടെ ദൈവമാണെന്ന് അനുഭവിച്ചറിയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സുണ്ട്? എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട് യേശുവിനെ അനുഭവിച്ചറിയാൻ? യേശുവുമായിട്ടൊരു എൻകൗണ്ടറിന് ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്നെ മറ്റൊരു വ്യക്തിയാക്കി ഈ തലമുറയിൽ നിർത്താൻ കഴിയുന്നൊരു ദൈവം. ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി എനിക്കറിയാം സമയം കഴിഞ്ഞു പോയി, എങ്കിലും ദൈവാത്മാവിന്റെ അഭിഷേകം ഇവിടെ ഉണ്ട്. ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. യേശുവുമായിട്ടൊരു അനുഭവം. 2 വിശുദ്ധ ജീവിതത്തിന്റെ 2 കാര്യൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ട്രാൻസ്ഫോം, രൂപാന്തരം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ സൃഷ്ടിയായി. എന്തായി മാറി? പുതിയ സൃഷ്ടിയായി. ഇനിയും ഇലയിൽ എഴഞ്ഞു നടക്കാൻ പറ്റില്ല. ഇനിയും ഇലയിൽ എഴഞ്ഞു നടക്കാൻ പറ്റില്ല. ഇനിയും നിങ്ങൾക്ക് ഇല കടിച്ചു തിന്നാൻ പറ്റില്ല. നിങ്ങൾ മറ്റൊന്നായി മാറിയെന്ന് മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് പാപത്തോട് നിങ്ങൾ എന്തു പറയും? ഞാൻ എന്തു പറയും? നോ പറയുമോ? നെവർ പറയുമോ? നോ പറയുമോ? നെവർ പറയുമോ? ഞാനിതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. 5 മിനിറ്റ് പെട്ടെന്ന് നിർത്തിക്കും, കുഴപ്പമില്ലല്ലോ. 5 മിനിറ്റ്സ്. നോ പറയോ? നെവർ പറയുമോ? നെവർ. പ്രൈസ് ദി ലോർഡ്. നോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ നോ എന്ന് പറഞ്ഞാൽ ഡാഡി എന്ന് പറഞ്ഞ് പിന്നെ വരും. മോളെ നോ എന്നല്ലേ ഡാഡി പറഞ്ഞേ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ചോദിക്കും. എന്നാൽ നെവർ പറഞ്ഞാൽ പിന്നെ അവർ തിരിച്ചു വരത്തില്ല. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ നെവർ ഡിഫൈൽ മൈസെൽഫ് വിത്ത് കിങ്സ് ഫുഡ്. ആമേൻ. ഒന്ന് ആമേൻ പറയാമോ? ഞാൻ രാജാവിന്റെ ഭോജനം കൊണ്ട് എന്നെ തന്നെ അശുദ്ധം ആക്കയില്ല. ഹല്ലേലൂയ. ഐ നോ അല്ല പറഞ്ഞത്. പാപം ചെയ്യാൻ നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോൾ നിങ്ങൾ നോ പറയരുത്. ഐ നെവർ ഡു ഇറ്റ് ബിക്കോസ് ഐ ആം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാനൊരു ദൈവത്തിൻ്റെ പൈതലാണ്, ഞാനത് ചെയ്യത്തില്ല എന്നൊരു ആഴമായ ഡിറ്റർമിനേഷൻ നിങ്ങൾക്കുണ്ടാകണം. പറഞ്ഞ എത്ര പേരുണ്ട്? വാച്ച്മാൻ നീ എന്ന് പറയുന്ന ഒരു ദൈവദാസനോട് അറിയാമോ? വാച്ച്മാൻ നീ എത്ര പേർക്ക് അറിയാം? വാച്ച്മാൻ നീ ഒരു ശ്രേഷ്ഠനായ ദൈവദാസൻ. അദ്ദേഹം ദീർഘനാളുകൾ കർത്താവിന് വേണ്ടി ജയിലിൽ കിടന്ന, കഷ്ടമനുഭവിച്ച, വേദനിച്ച ഒരു ദൈവത്തിന്റെ അഭിഷക്തനാണ്. അദ്ദേഹം ഒരിക്കൽ ട്രെയിനിൽ ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കമ്പാർട്ട്മെന്റിൽ 1-ലധികം ദിവസങ്ങൾ താമസിക്കേണ്ടി വന്നു. യാത്ര ചെയ്തവരുമായിട്ട് വളരെ സ്നേഹിതരായി. അടുത്ത ഇടപഴകി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ ഒരുമിച്ചിരുന്ന് അവരുടെ കാർഡ് എടുത്ത് കളിക്കാൻ തുടങ്ങി. ചീട്ടുകളി, നമ്മുടെ ഭാഷ പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ ചീട്ട് കളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പെന്തിക്കോസുകാർ പണ്ട് ചീട്ട് കളിച്ചു, ഇപ്പോൾ മൊബൈലിൽ കളിക്കുന്നു. നോ, മൊബൈലിലാണെങ്കിലും കൈ ചീട്ടാണെങ്കിലും കാർഡാണെങ്കിലും രണ്ടും സെയിം, ഈക്വൽ ബിഫോർ ഗാഡ്. ആമേൻ പറയാമോ? ആമേൻ. ആ സമയത്ത് എല്ലാവരും കളിച്ചപ്പോൾ വാച്ച്മാൻ നീ പതുക്കെ ബൈബിളുമായിട്ട് മാറിയിരുന്നു ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൂട്ടത്തിൽ ഒരാൾ വന്നു, ഹലോ വാച്ച്മാൻ നീ, കം ആൻഡ് ജോയിൻ വിത്ത് us, let us play together, നമുക്ക് ഒരുമിച്ച് കളിക്കാം, എൻ്റെ കൂടെ ജോയിൻ ചെയ്യേ. വാച്ച്മാൻ നീ പറഞ്ഞു, നോ, ഐ കാൻറ്റ് പ്ലേ ദിസ് ഗെയിം. ഉടനെ ചോദിച്ചു, എന്താ കളിക്കാൻ പറ്റാതെ? ഉടനെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഐ ഹാവ് നോ ഹാൻഡ്സ് ടു പ്ലേ. എനിക്ക് കളിക്കാൻ എന്തോ ഇല്ല, എനിക്ക് കളിക്കാൻ ഒന്ന് വാ തുറന്ന് പറ എൻ്റെ കുഞ്ഞുങ്ങളെ, എനിക്ക് കളിക്കാൻ ചിലടത്ത് കളിക്കാൻ കൈ നമുക്കില്ല. ഉടനെ ഒരാൾ പറഞ്ഞു, എന്തോ ഭോഷത്വം പറയുന്നേ, തൻ്റെ കൈകളല്ലേ ഇത് തൻ്റെ കൈകളല്ലേ, ഇത് ആർട്ടിഫിഷ്യൽ ഹാൻഡ്സ് ഒന്നും അല്ലല്ലോ. ഉടനെ പുള്ളി തിരിച്ചു പറഞ്ഞു, ഐ ഹാവ് ക്രൂസിഫൈഡ് മൈ ഹാൻഡ്സ് വിത്ത് ജീസസ്.
അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ കൈകൾ ഞാൻ യേശുവിന്റെ കൂടെ ക്രൂശിച്ചു. ഓ റബ ശാന്ത മന. ഇന്ന് രാത്രി എത്ര പേര് തീരുമാനിക്കും, എത്ര പേര് പറയും, എൻ്റെ കാലുകൾ യേശുവിൻ്റെ കൂടെ ഞാൻ ക്രൂശിച്ചു, എൻ്റെ കൈകൾ യേശുവിൻ്റെ കൂടെ ഞാൻ ക്രൂശിച്ചു, എൻ്റെ വായ യേശുവിൻ്റെ കൂടെ ഞാൻ ക്രൂശിച്ചു. ആരും എന്തും പറയട്ടെ, ആരും എന്തും ചെയ്യട്ടെ, ആരും എനിക്കെതിരെ നിൽക്കട്ടെ, നെവർ മൈൻഡ്, എനിക്ക് വിഷയമല്ലോ. ഓ റബ ശാന്ത റബ. ഇന്ന് രാത്രി ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. പാപത്തോട് നോ അല്ല, നെവർ പറയാൻ, നെവർ പറയാൻ, പാപത്തോട് എന്തെങ്കിലുമായി വിട പറയാൻ, തെറ്റിനോട് വിട പറയാൻ. ഇന്ന് രാത്രി ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നു. ഈ ക്യാമ്പിന്റെ ഇന്ന് രാത്രിത്തെ സെഷനിൽ ഇന്ന് വരെ പകരാത്തൊരു അഭിഷേകം, ഇന്ന് വരെ വ്യാപരിക്കാത്തൊരു ദൈവശക്തി, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്തൊരു ദൈവത്തിന്റെ ദൈവാത്മാവിന്റെ വലിയ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ഒരു തീരുമാനത്തിലേക്ക്, ഇന്ന് രാത്രി ഒരു ദൈവ ശബ്ദത്തിലേക്ക്, ഇന്ന് രാത്രി ഒരു അഭിഷേകം. പെന്തിക്കോസ്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ, ഒരു ദൈവിക അഭിഷേകം ഇവിടെ വ്യാപരിക്കട്ടെ. ചില കെട്ടുകൾ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുന്നു, ചില ആകാത്ത ബന്ധങ്ങളെ ദൈവാത്മാവ് അഴിച്ചു മാറ്റുന്നു. ദൈവഹിതമല്ലാത്ത ചില വഴികളെ പരിശുദ്ധാത്മാവ് അടയ്ക്കുന്നു. ഏറ്റെടുക്ക. ഇന്ന് രാത്രി നിന്റെ കെട്ടഴിയുന്നു. ദുഷ്ട പിശാച് വാദിച്ചു കെട്ടിയ ചില കെട്ടുകൾ, ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില പാപങ്ങൾ, എത്ര പേർ സമർപ്പിച്ചു കൊടുക്കും? എത്ര പേർ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു കൊടുക്കും? എത്ര പേർ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും? ഇന്ന് രാത്രി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കുക. ക്യാമ്പിന്റെ ലക്ഷ്യമതാ. ഇന്ന് രാത്രി ആമേൻ, ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില വഴികളെ ദൈവാത്മാവ് നിന്നിൽ നിന്ന് എടുത്തു മാറ്റുന്നു, പറിച്ചു മാറ്റുന്നു. ചില ആകാത്ത ബന്ധങ്ങളെ പറിച്ചു മാറ്റുന്നു. അഭിഷേകത്തിന് വർക്കൗട്ട് ചെയ്യാൻ കഴിയാത്ത പരിശുദ്ധാത്മാവിന് ഫ്രീഡം കൊടുക്ക. പരിശുദ്ധാത്മാവിന് ഫ്രീഡം കൊടുക്ക. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. നിന്റെ തലമുടി നാരിൽ പോലും അഭിഷേകം വ്യാപരിക്കുന്നു. നിന്റെ വായെ അവൻ തീക്കട്ട കൊണ്ട് തൊടുന്നു. ഓ ദൈവശക്തി. ഓ അഭിഷേകം. രാത്രി ക്യാമ്പിൽ തീ കത്തും.
Oh, Jesus, Jesus. ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് പൊതിയുന്ന പോലെ നിന്റെ ദൈവസ്നേഹം കൊണ്ട് ദൈവം പൊതിയുക. ദൈവസ്നേഹം കൊണ്ട് ദൈവം നിന്നെ പൊതിഞ്ഞു കെട്ടുക. ഇനി നിന്നെ ആർക്കും വിട്ടുകൊടുക്കാതെ വണ്ണം നിനക്ക് രൂപാന്തരപ്പെടുത്തില്ലേ അവൻ അവന്റെ മാറോട് ചേർത്ത് പിടിക്കുക. ഇന്ന് രാത്രി എത്ര പേർ സമർപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്? എന്റെ കർത്താവിന് വേണ്ടി ജീവനെങ്കിൽ ജീവൻ വെക്കാൻ ജോസഫിനെ പോലെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. ദാനിയേലിനെ പോലെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. എനിക്ക് എന്റെ ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഇന്ന് രാത്രി വേണം. ആഗ്രഹമുണ്ടോ? തിളയ്ക്കുന്ന ആഗ്രഹമുണ്ടോ? ചാടി എഴുന്നേക്ക്. അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുക. സെക്കൻഡുകളിൽ ഈ മീറ്റിംഗ് അവസാനിക്കും. എന്നോ നിങ്ങളെ വിട്ടുപിരിയാത്തൊരു ദൈവ സാന്നിധ്യം, വിട്ടുപിരിയാത്തൊരു ആത്മസാന്നിധ്യം, വിട്ടുപിരിയാത്തൊരു ആത്മദർശനം ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവം പകരുന്നു. ഇന്ന് രാത്രി നിന്റെ കണ്ണുകളിൽ നീ കാണുന്നത് ലോകത്തിന്റെ ഒരു കാഴ്ചയുമല്ല, ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവത്തിനെ നിറയ്ക്കുന്നു. എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്നുള്ളവർ ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. Lord, I surrender myself unto thee, Lord. Lord, I want an encounter with you, Lord. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കരം ശരിക്കൊന്ന് പൊക്കി പിടിച്ചേ. നിന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റാം. ദൈവം നിന്നെ ഒരു മിഷണറിയാക്കി മാറ്റും. ദൈവം നിന്നെ ഒരു മിഷണറിയാക്കി മാറ്റും. കോബ്ലറായിരുന്ന DL മൂഡിയെ ലക്ഷങ്ങളെ സ്നാനപ്പെടുത്തുന്ന ഒരു അഭിഷക്തനാക്കി മാറ്റാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ പശ്ചാത്തലങ്ങൾ ദൈവത്തിന് വിഷയമല്ല, നിന്റെ സാഹചര്യങ്ങൾ ദൈവത്തിന് വിഷയമല്ല. ദൈവം നിന്നെ മറ്റൊന്നാക്കി രൂപാന്തരപ്പെടുത്തും. ആ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് രാത്രി ആത്മാർത്ഥമായി വാ തുറന്ന് യേശുവേ എന്ന് വിളിച്ച് ശബ്ദമുയർത്തി യേശുവേ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ അണിപ്പാടുള്ള കരങ്ങളിലേക്ക് അങ്ങയുടെ മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയ്ക്ക് വേണ്ടി ഈ തലമുറയിൽ ഒരു ഉത്തമ സാക്ഷിയാകാനുള്ള അഭിഷേകം ഈ ജനത്തിൻ്റെ മേൽ ദൈവം പകരണമേ. അവരെ രൂപാന്തരപ്പെടുത്തണമേ. പാപത്തോട് നെവർ പറയാൻ, പാപത്തോട് ഗുഡ് ബൈ പറയാൻ, പാപത്തെ വെറുക്കാൻ, ഒരു കർത്താവിൻ്റെ സാക്ഷിയായി ജീവിപ്പാൻ ഒരു രൂപാന്തരപ്പെട്ട ജീവിതം അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള കരങ്ങളെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ.